നിങ്ങൾ അടിക്കൂ. ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എന്നെ പരിചയപ്പെടാൻ ഒരു സ്റ്റാറ്റസും വേണ്ട, പക്ഷേ എൻ്റെ ശത്രുവാകാൻ കുറച്ചെങ്കിലും സ്റ്റാറ്റസ് വേണം. പറഞ്ഞിട്ടില്ലേ? അതെ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അടിക്കുമെന്ന് ചോദിച്ചത്. ആ അടി ഇല്ലേ? ഇപ്പൊ ഇല്ല. റിയലി? ഐ വാസ് എ സ്മോക്കർ ഓൾസോ. ആ, 8 വർഷമായി ഞാൻ തൊട്ടിട്ട്. അത് ശരി. 8 years തൊട്ടിട്ട് കഴിക്കില്ല? ഇല്ല, സ്മോക്ക് ചെയ്യില്ല. നോക്കിയില്ല. കംപ്ലീറ്റ്ലി സ്റ്റോപ്പ്, ലൈഫിൽ സ്റ്റോപ്പ്. ഒറ്റ ദിവസം ഉണ്ട്. അത് ശരി. ഇപ്പൊ നിങ്ങൾ എന്നെ കാണുമ്പോൾ എന്താ തോന്നുന്നു? ഞാൻ അടിച്ചിരിക്കണോ? ഇല്ല. കാരണം ഞാൻ ഈ ഷോക്ക് വേണ്ടി വരുന്ന ഏർലി മോർണിംഗ് ടാബ്ലറ്റ്സ് കഴിച്ചു. ഉച്ചയ്ക്ക് കഴിച്ചിട്ടില്ല. നേരെ ഹോട്ടലിൽ പോയി ബൊഫെ കഴിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വന്നു. ടാബ്ലറ്റ്സ് എടുക്കുമ്പോൾ നാച്ചുറലി സെഡേഷൻ വരും. അതാണ് അത്. എനിക്ക് സ്ട്രെസ്സോ ഇതോ വരാൻ വൺസ് അതും കൂടെ റീഗൻ ആയിട്ട് കണ്ണല്ലേ പോണ കിട്ടില്ല. കണ്ണാണല്ലേ? ഇടയ്ക്ക് വെച്ച് ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. ഒരു മിറാക്കിളാണ് തിരിച്ച് കണ്ണ് കിട്ടിയത്. ഇറ്റ് വാസ് എ മിറാക്കിൾ. നമ്മൾ ചെയ്ത പുണ്യത്തിൻ്റെയാണ്, വേറൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുറേ ദിവസത്തെ യാത്രയായിരുന്നു. എനിക്ക് ഓർമ്മകളിൽ സൂക്ഷിച്ചു വയ്ക്കാൻ ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും. മാത്രമല്ല, ഒരു പക്വതയുള്ള ബാല എന്ന് വേണമെങ്കിൽ നമുക്കിതിന് ഒരു അടിക്കുറിപ്പ് എഴുതാൻ നോക്കി. മറ്റേത് എല്ലാത്തിലും എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ, പക്ഷെ ഇതിലൊന്നും പറയാതെ തന്നെ ഭാഗ്യം കുട്ടി രക്ഷപ്പെട്ടു എന്ന് പറയാം. ഏത് കുട്ടിയെ കുറിച്ചോ ബാല, വളരെ സന്തോഷം ബാല. കാരണം വേറൊന്നുമല്ല, ഇത്രയും തിരക്കിനിടയിലും എറണാകുളത്തു നിന്ന് ട്രിവാൻഡ്രത്ത് വന്ന് ഈ പറയാൻ നേടാം എന്നുള്ള ഷോയിൽ പങ്കെടുത്തതിൽ ലോഡ് ഓഫ് താങ്ക്സ്. ഇല്ല, ഞാനാണ് അങ്ങോട്ട് നന്ദി പറയേണ്ടത്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു സിംഗർ, ഒരു കൊമീഡിയൻ, ഒരു ഹീറോ. ഇത് എല്ലാത്തുക്കും മേല പക്ക വില്ലൻ. അല്ല, നമ്മള് വില്ലൻ എന്ന് പറയുമ്പോഴത്തേക്ക് വില്ലൻ വട്ടം ഇഞ്ഞ് തന്ന അതാ. ചോദ്യങ്ങളിൽ ഞാൻ വില്ലനാണ്, നേരിട്ട് കാണുമ്പോൾ ഞാൻ സാധുവാണ്. താങ്ക് യു സോ മച്ച്. അപ്പോ വേറൊരു കാര്യമുണ്ട്, ഞാൻ വില്ലനാണെങ്കിൽ ബാല ആരാണെന്നറിയോ? പുലിയാണ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തോടു കൂടി ഇവിടെ നിർത്തുന്നു. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീം.